പുത്തനത്താണിക്ക് ഇനി പൊൻദിനങ്ങൾ. പവൻ ഗോൾഡിന്റെ രണ്ടാമത്തെ ഷോറൂം പവൻ ഗോൾഡ് ലൈറ്റ് പുത്തനത്താണി തിരുനാവായ റോഡിൽ ഡിസംബർ 25 കാലത്ത് 9:30 ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഒടൂർ പഞ്ചായത്തിലെ അയ്യായിൽ ഇരുട്ടിന്റെ മറവിൽ മുസ്ലിം ലീഗ് ഓഫീസ് തീയിട്ട് നശിപ്പിച്ച ക്രിമിനലുകളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA ആവശ്യപ്പെട്ടു. തീയിട്ട് നശിപ്പിച്ച ഓഫീസ് അദ്ദേഹം സന്ദർശിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF പ്രവർത്തകർ പ്രകടനവും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. ഒടൂർ പഞ്ചായത്തിൽ അയ്യായിൽ ഇരുട്ടിന്റെ മറവിൽ മുസ്ലിം ലീഗ് ഓഫീസ് തീയിട്ട് നശിപ്പിച്ചവരെ കണ്ടെത്താൻ പോലീസ് ശക്തമായി പ്രവർത്തിക്കണമെന്നും നാടിന്റെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചവർക്കെതിരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA ആവശ്യപ്പെട്ടു. തീയിട്ട് നശിപ്പിച്ച ഓഫീസ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലങ്ങളായി മുസ്ലിം ലീഗ് വിജയിച്ചു വരുന്ന അയ്യായ വാർഡ് പിടിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരിക്കുന്ന പ്രദേശത്തെ മുസ്ലിം ലീഗ് ഓഫീസ് അഗ്നിക്കിരയാക്കുന്നതോടെ നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കാനാണ് സാമൂഹ്യദ്രോഹികൾ ശ്രമിക്കുന്നത്. ഇത് ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CCTV കാര്യങ്ങളൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് നോക്കിയാൽ തന്നെ ആളെ മനസ്സിലാവുന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അന്വേഷണം ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കും. നമുക്ക് വേറൊന്നും പറയല്ല. അത് കൃത്യമായിട്ടത് ബന്ധപ്പെട്ട ആൾക്കാരെ പ്രതികളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനൊന്നും പറയണില്ല. മറ്റുള്ളവരൊക്കെ സമാധാനമായിട്ട് അതുപോലെ സമാധാനം പാലിക്കാൻ പാർട്ടി. അതെ, അതെ, നമ്മളിപ്പോൾ ഏതായാലും നശിപ്പിക്കേണ്ടത് നശിപ്പിച്ചു. ഇതിൻ്റെ കാരണം എന്താണെന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ജില്ലയിൽ അവർക്ക് വലിയ കനത്ത പരാജയമാണ്. ആ കനത്ത പരാജയത്തിൻ്റെ ഭാഗം ഇവിടെ വലിയൊരു പരാജയം ഉണ്ടായതാണ്. അപ്പോൾ അത് ഈ തരത്തിൽ പരാജയം ആഘോഷിക്കാൻ നമ്മൾ സമ്മതിക്കൂല. ജില്ലയിൽ ഞങ്ങളെ പാർട്ടി ഓഫീസ് തകർത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുക, ഒരു മൊത്തം ഇത് വെച്ചിട്ട് ഇവിടെ ഈ ക്രമസമാധാനം തകർക്കാണ്ട് നീക്കാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പോലീസ് ആക്ട് ചെയ്താൽ മതി. നമുക്കറിയാം പറയാനും ഞങ്ങളെ പോലീസ് ആക്ട് ചെയ്യണം. ഇത് തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. ഇതുവരെ ഇവരൊക്കെ പാർട്ടി പ്രവർത്തകന്മാരൊക്കെ ഉണ്ടാവും, എല്ലാവരും ഉണ്ട് ഇവിടെ. നമ്മൾ പറഞ്ഞാലും അവർ അടങ്ങിക്കും. അതല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അതിപ്പോൾ നമ്മൾ ഞാൻ എസ്പിനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എസ്പിനോട് പറഞ്ഞിട്ടുണ്ട്. SP സ്ട്രോങ് ആയിട്ട് ആക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്നതിനോട് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ VKM ഷാഫി, അഡ്വക്കേറ്റ് PP ഹാരിഫ്, നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് KN മുത്തുക്കോയത്തങ്ങൾ, നൂഹ് കരിങ്കപ്പറ, PK ബാവ ഹാജി, N ജാബിർ, VK ജലീൽ, യൂസഫ് കൊടിയങ്ങൽ, P അഷ്റഫ്, K ബാവ, മണ്ഡലം മുസ്ലിം സെക്രട്ടറി MP അഷ്റഫ്, നിയുക്ത ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി തുടങ്ങിയവരും സന്ദർശനത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അയ്യായിൽ മുസ്ലിം ലീഗ് ഓഫീസ് തീയിട്ട് നശിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് UDF കമ്മിറ്റി വെള്ളച്ചാലിൽ പ്രതിഷേധ പ്രകടനവും സംഘവും നടത്തി. ജില്ലാ പഞ്ചായത്ത് നിയുക്ത മെമ്പർ ബഷീർ രണ്ടത്താണി, നൂഹ് കരിങ്കപ്പറ, കല്യാട്ട് അനീഫ, ദാസൻ, PK ബാവ ഹാജി, N ജാബിർ, യൂസഫ് കൊടിയങ്ങൽ, ലത്തീഫ് ചിറയിൽ, K ബാവ, VK ജലീൽ, MK കുഞ്ഞേരി മാസ്റ്റർ, സൈദലി തൊട്ടിയിൽ, ഇസ്മായിൽ അയ്യായ, സിദ്ദിഖ് തലക്കട്ടൂർ, ജലീൽ പുളക്കൽ, ഉസ്മാൻ നെച്ചിക്കാട്ട്, MK ഷെരീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി.